ബി.ജെ.പി ആരോപണങ്ങളെ തള്ളി ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ്. പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ബി.ജെ.പി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നാട്ടിൽ വികസനം വരുന്നത് ചിലർക്ക് സഹിക്കാത്തതാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബി.ജെ.പി പ്രതിഷേധത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ നിരുപാധികം വിട്ടയച്ചതും പദ്ധതി ചട്ടവിധേയമാണെന്നതിന്റെ തെളിവാണെന്നും രാജേഷ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തു നിന്ന് ശേഖരിക്കുന്ന മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമായിരുന്നു മാലിന്യ സംസ്കരണശാല എന്നുള്ളത്. ഈ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി ബയോമൈനിങ് നടത്തി ഏതാണ്ട് 29,300 ടൺ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തതാണ്. ആ സ്ഥലത്ത് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ജനങ്ങളുടെ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ് സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കുക എന്നുള്ളത്. അതും അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ശാല എന്നും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറാതിരിക്കാൻ അവിടെ കളിസ്ഥലമൊരുക്കുക, ജൈവ പാർക്ക് ഒരുക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഭൂമിക്കടിയിലേക്ക് നിക്ഷേപിച്ചിരുന്ന മാലിന്യം ഉൾപ്പെടെ എടുത്ത് മാറ്റി മല പോലെ ഉണ്ടായിരുന്ന പരമ്പരാഗത മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത സ്ഥലത്ത് ഭൂമി ഒരുക്കി ജൈവ പാർക്കും കളിസ്ഥലവും ഒരുക്കുന്ന പ്രവർത്തനം അവിടെ നടന്നു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചില നാടകങ്ങൾ, സമര നാടകങ്ങൾ അവിടെ അരങ്ങേറിയത്. വാഹനങ്ങൾ പിടിച്ചെടുത്തത് അത് ശരിയായ നടപടിയല്ലെന്ന് മനസ്സിലാക്കി റവന്യൂ അധികാരികൾ നിരുപാധികമായി ആ വാഹനങ്ങൾ വിട്ടു നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ നിരുപാധികമായി വാഹനങ്ങൾ വിട്ടു നൽകി എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പനമണ്ണയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉൾപ്പെടെ ആധുനികമാക്കുന്ന പ്രവർത്തനം അത് ജനശ്രദ്ധ നേടുന്ന ഒരു പ്രവർത്തനമായതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും പനമണ്ണയിലെ മാലിന്യ സംഭരണ കേന്ദ്രം അത്യാധുനിക രീതിയിൽ പൂർത്തീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.